ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്, എന്നാൽ ആ പോസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ? ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പിംഗ്സ് കൂടെ നിങ്ങളെ കാണിക്കാം. കുറച്ച് പൈസ വേണമെന്ന് ഓൺലൈനിൽ നിങ്ങൾ അങ്ങനെ ഒരു ഭിക്ഷയെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ കുഞ്ഞുങ്ങളെ തന്നെയാണ് ബാധിക്കുക. നിങ്ങൾ കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ലതാണ്, കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അത് അർഹിക്കുന്ന കളിയാക്കലാണ്. ആരോഗ്യമുള്ള അച്ഛനും അമ്മയും ഭിക്ഷ എടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താ തെറ്റ് പറയാൻ പറ്റും? നിങ്ങളത് ചെയ്തില്ല. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പണം കടമായി ചോദിക്കാതെ ഉദാരമായി ചോദിക്കുന്നതിന് ഭിക്ഷയെടുപ്പെന്നാണ് പറയുക. നമ്മൾ കടമായി ചോദിക്കുന്നത് വേറെ, ഉദാരമായി ചോദിക്കുന്നത് വേറെ. എല്ലാവരും കണ്ടല്ലോ, ഈ വീഡിയോ ചെയ്തിരിക്കുന്ന വ്യക്തിനെയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മോൾ എന്ന് പറഞ്ഞൊരു ചേച്ചീൻ്റെ ഒരു ഓൺലൈൻ തെണ്ടൽ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ തെറിബീവി എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സ്ത്രീ തന്നെയാണ് ഇന്നലെ നമ്മുടെ മനീഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു, പാവപ്പെട്ട കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. വിത്ത് അക്കൗണ്ട് നമ്പറാണ് കൊടുത്തേക്കുന്നത്, ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതും ഓൺലൈൻ തെണ്ടൽ തന്നെയല്ലേ? നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ആഹാ, ബാക്കിയുള്ളവർ ചെയ്താൽ ഓഹോ, അതെന്താണത്? വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ സെയിം രീതിയിലുള്ള സംഭവമാകുമ്പം അതിനെ ഒരേ രീതിയിൽ വിമർശിക്കണം. അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ വിമർശിക്കാം, ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ വിമർശിക്കാം എന്നുള്ളൊരു നിലപാട് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ട്, അതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് കമൻ്റാണ്. ഒരു പെൺകുട്ടി പറയാണ്, അധ്വാനിച്ച് ജീവിക്കാൻ പറഞ്ഞൂടെ ചേച്ചിന്ന്. ഇവർ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, അധ്വാനിച്ച് ജീവിക്കണം, അല്ലാതെ ഓൺലൈൻ തെണ്ടാൻ പാടില്ല. അതിന് ഇവർ കൊടുത്തിട്ടുള്ള മറുപടിയും കൂടി ഞാൻ കാണിക്കാം. ഇതിലവർ പറയുന്നത് എന്താ? അച്ഛൻ മരിച്ചു, അമ്മ തനിച്ചാണ്, ചെറിയ മുല കുടിക്കുന്ന കുട്ടികളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ജോലിക്ക് പോകുന്നത് വരെ എല്ലാവരും ഈ കുട്ടീനൊന്ന് സഹായിക്കണം. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് അമ്മമാരുണ്ട്, മുല കുടിക്കുന്ന കുട്ടികളുള്ള, അച്ഛൻ മരിച്ചിട്ടുള്ള, അമ്മ തനിച്ചായിട്ടുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരെയൊക്കെ ഇതുപോലെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതെന്ത് ന്യായമാണത്? അതൊരു ന്യായമല്ല. പിന്നെ അധ്വാനിച്ച് ജീവിക്കണം, അത് ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതുപോലുള്ള ഓൺലൈൻ തണ്ടലുകൾ നിങ്ങൾ എന്തായാലും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ സുതിമോൾ MC എന്ന് പറഞ്ഞൊരു ചേച്ചീൻ്റെ ഒരു നിസ്സഹായാവസ്ഥ വന്ന സമയത്ത് നിങ്ങൾ കർശനമായി അതിക്രൂരമായിട്ട് ആ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്ന രീതിയിൽ, മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ നിങ്ങൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്. എല്ലാവരും ആ പെണ്ണുങ്ങളെ സഹായിക്കണം, ആ സുതിമോൾ MC ചേച്ചീനെ സഹായിക്കണം എന്ന് പറഞ്ഞ സമയം ആ ചേച്ചിയും ഇതുപോലെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നടന്നതല്ല. കുറച്ച് ആ പെണ്ണുങ്ങളുടെ അവസ്ഥ കണ്ട സമയത്ത് ഞാൻ നിങ്ങളെ സഹായിക്കാം ചേച്ചി എന്ന് പറഞ്ഞ സമയത്ത് മാത്രമാണ് സുതിമോൾ എന്ന് പറയുന്ന ലേഡി അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും വന്നേക്കുന്നത്. അപ്പോൾ അന്ന് അതിനെ വിമർശിച്ച സ്ത്രീയാണ് ഇന്ന് ഇവിടെ വന്നിട്ട് സഹായിക്കണം, പാവപ്പെട്ട പെൺകുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെ വന്നിട്ട് കുറേ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് സഹായിക്കണം എന്ന് പറയുന്നത്. അതിലൊരു ലോജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടീനെ സഹായിക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സഹായിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ ഓക്കെ, ആ പെൺകുട്ടീൻ്റെ അവസ്ഥ അതാണെങ്കിൽ സഹായിക്കണം, ഇറ്റ്സ് ഫൈൻ. പിന്നെ ഈ ഒരു തെറിബീവി മെൻഷൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, കടുത്ത സൈബർ അറ്റാക്ക് മൂലമാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം സാർ. ഞാനൊരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിരുന്നു ചേന്നകോടുള്ള ഒരു സൂയിസൈഡിന്റെ കാര്യം ചോദിച്ചിട്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ എന്റെ പേര് ഫിജോ ഹാരിസ് എന്നാണ്. നമസ്കാരം. അതെ, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൂ. അല്ലാതെ സൈബർ അറ്റാക്ക് ആണെന്നൊന്നും ഇല്ല അല്ലേ? സൈബർ അറ്റാക്ക് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എഴുതിയിട്ടില്ല. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പുള്ളി വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലോട്ട് പോയി ആത്മഹത്യ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണങ്ങളൊന്നും ഇല്ല, കാരണമൊന്നും എഴുതിയിട്ടില്ല. മരുമോനാണ് മൊഴി വന്നത്. സൈബർ അറ്റാക്ക് കൊണ്ട് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പറയണ്ടേ? അതെ, ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടക്കുന്നുണ്ട്, അതാണ് ചോദിച്ചത്. ഇല്ല, സ്റ്റേറ്റ്മെന്റും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഓക്കെ സാറേ, താങ്ക് യു. ഈ പെണ്ണുമ്പിള്ള പറഞ്ഞു നടക്കുന്നൊന്നുമല്ല സത്യം.
അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ലോ ആയിട്ടുള്ള ഫാമിലിയാണ്, എന്തോ കടക്കണി കാരണമാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ കുറച്ച് പേര് പോയിട്ട് സഹായിക്കുക, ആർക്കാണോ സഹായിക്കാൻ തോന്നുന്നത് അവർ പോയി സഹായിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു എൻ്റെ അച്ഛൻ മരിച്ചു, ഒലീവിയയുടെ കടുത്ത സൈബർ അറ്റാക്ക് മൂലമാണ് എൻ്റെ അച്ഛൻ മരിച്ചത്, എന്നെ എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിൽ ഒരു